കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിനു സ്തുതി. പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചെന്നിണബലിയാ ഉന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിതച്ചവനേ, മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നവംബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തിരുസഭയിൽ നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്കായി, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ആത്മാക്കൾക്കായി, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒരുപാട് ആത്മാക്കൾക്കായി ഈ ഒരു മാസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പലപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യകത നമ്മൾ മറന്നു പോകാറുണ്ട്. ചിലരെങ്കിലും ഇങ്ങനെയും ചിന്തിക്കാറുണ്ട്, ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമുണ്ടോ എന്ന് പോലും ചിലർ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനായ്ക്ക് വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങളുണ്ട്. അത് നമ്മൾ വിശുദ്ധ മരിയ ഫൗസ്റ്റീനായുടെ ഡയറി കുറിപ്പുകളിൽ വായിക്കുന്നു. അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് വിശുദ്ധാത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാൻ വിശുദ്ധ മരിയ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ നിന്ന്
36-ാമത്തെ പാരഗ്രാഫ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ ഞാൻ നിർത്തപ്പെട്ടു. കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ തനിയെ നിന്നു. പീഡ അനുഭവിക്കുന്ന ഈശോ പ്രത്യക്ഷനായി. ഒരു നിമിഷത്തിന് ശേഷം കരങ്ങളിലും പാദങ്ങളിലും പാർശ്വത്തിലുമുള്ള 5 മുറിവുകൾ ഒഴികെ എല്ലാം അപ്രത്യക്ഷമായി. പെട്ടെന്ന് ദൈവം കാണുന്നതുപോലെ എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ കണ്ടു. ദൈവത്തിന് പ്രസാദകരമാക്കാത്ത എല്ലാം ഞാൻ വ്യക്തമായി കണ്ടു. ഏറ്റവും നിസ്സാരമായ പാപത്തിനു പോലും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്ര ഭയാനകമായ നിമിഷം! ഏറ്റവും വിശുദ്ധനായ ദൈവസന്നിധിയിൽ നിൽക്കുക എന്നത് ആർക്ക് വിവരിക്കാൻ സാധിക്കും? ഈശോ എന്നോട് ചോദിച്ചു, നീ ആരാണ്? ഞാൻ മറുപടി പറഞ്ഞു, കർത്താവേ, ഞാൻ അവിടുത്തെ ദാസിയാണ്. ശുദ്ധീകരണാഗ്നിയിൽ ഒരു ദിവസം കഴിയാൻ നീ അർഹയാണ്. ഉടനെ തന്നെ ശുദ്ധീകരണാഗ്നിയിൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈശോ എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത്? ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തോ ഇപ്പോൾ സഹിക്കുന്നതോ ഭൂമിയിൽ കുറച്ചു കാലം സഹിക്കുന്നതോ? ഞാൻ പറഞ്ഞു, ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതിനും ലോകാവസാനം വരെ ഭൂമിയിൽ വലിയ വേദന സഹിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. ഈശോ പറഞ്ഞു, 2-1 മതി. നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകുക. അവിടെ നീ വളരെ സഹിക്കേണ്ടി വരും, പക്ഷേ വളരെ നാളത്തേക്കല്ല. എൻ്റെ തിരുമനസ്സും എൻ്റെ ആഗ്രഹങ്ങളും നീ നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഡയറി കുറിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ ദൈവസത്യം ഇതാണ്: നമ്മളൊക്കെ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ ഒരിക്കൽ നിൽക്കേണ്ടി വരും. ഏറ്റവും നിസാരമായ പാപത്തിനു പോലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ശുദ്ധീകരണ സ്ഥലം മിഥ്യമായ ഒരു ധാരണയല്ല, മിഥ്യമായ ഒരു ഭാവനയല്ല, അത് സത്യമായ ഒരു സ്ഥലമാണ്. ഈശോയോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധ മരിയ ഫൗസ്റ്റീനായ്ക്ക് വരെ ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകണമെന്ന് ദൈവത്തിൻ്റെ നീതി വിധിച്ചുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്കായിട്ട് ഈ ഒരു മാസം നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോം TV-യിലൂടെ ഈ 9 ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നൊവീന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് MSMI സിസ്റ്റേഴ്സും MSMI അസോസിയേറ്റ്സുമാണ്. നമുക്ക് ഒരുമിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഈ 9 ദിവസത്തെ നൊവീന പ്രാർത്ഥനയിൽ ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ട് 1000 ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ദൈവ തിരുസന്നിധിയിലേക്ക് പോകുവാൻ ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് ആത്മാർത്ഥതയോടെ നൊവീന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. എന്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വന്ന് ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും കണ്ടെത്തുവാനും അവയെ കുറിച്ചോർത്ത് വലിയ എളിമയോടും പശ്ചാത്താപത്തോടും കൂടെ ദുഃഖിക്കുവാനും എനിക്ക് വരം തരണമേ. ഓ എന്റെ ദൈവമേ, അങ്ങയുടെ തിരുമുൻപാകെയും സ്വർഗവാസികളുടെ മുൻപാകെയും ഞാൻ ആത്മാർത്ഥമായി
ഞാൻ ആത്മാർത്ഥമായി ഏറ്റുപറയുന്നു. ചിന്തയാലും വാക്കാലും പ്രവൃത്തിയാലും അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ പാപം മൂലം ഞാൻ ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായി തീർന്നു. എങ്കിലും അങ്ങന്റെ ആത്മാവിനെ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി എന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും അവിടുത്തെ പ്രസാദവരത്തിന്റെ കല്യാണ വസ്ത്രത്താൽ എന്നെ അലങ്കരിക്കുകയും ചെയ്തു. ധൂർത്തനായ എന്നെ പോലൊരു മകനെ കനിഞ്ഞനുഗ്രഹിച്ച അങ്ങേ കാരുണ്യാതിരകം അനുഭവിച്ചുകൊണ്ട് അനുതാപം കൊണ്ടും അതിരില്ലാത്ത നന്ദി കൊണ്ടും നിറഞ്ഞ ഹൃദയത്തോടെ ഞാനിതാ അങ്ങേ തിരുമുമ്പിൽ അണയുന്നു. അങ്ങിനിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തു പ്രത്യുപകാരം ചെയ്യും. കർത്താവേ, എന്റെ എല്ലാ പാപങ്ങളെ കുറിച്ചും ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നതിനാൽ മേലിൽ പാപം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിലാണല്ലോ മരിച്ചുപോയ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തുന്നത്. അവിടുന്ന് അവരെ ശത്രുവാകുന്ന പിശാചിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയോ നിത്യമായി മറന്നുകളയുകയോ ഇല്ല. മറിച്ച് അവർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ട് സ്വർഗരാജ്യമായ നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഒരു നാൾ ഇടവരുമെന്നതിൽ നിത്യാശ്വാസം കണ്ടെത്താൻ അനുഗ്രഹിക്കണമേ. അങ്ങേ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ചവർ തങ്ങളുടെ സ്നേഹവും വിശ്വാസവും അങ്ങിൽ അർപ്പിച്ചിരിക്കയാൽ നിത്യനരകാഗ്നിയുടെ വേദനയിൽപ്പെടാതെ നിത്യസൗഭാഗ്യത്തിന്റെ സന്തോഷം സ്വന്തമാക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, മരിച്ച ആത്മാക്കളോട് കരുണയായിരിക്കണമേ. അഗാധമായ കുഴിയിൽ നിന്നും സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ച അവരെ നരകം വിഴുങ്ങാൻ അങ്ങ് അനുവദിക്കരുതേ. അങ്ങയുടെ സൈന്യത്തിന്റെ പതാകവാഹകനായ വിശുദ്ധ മിഖായേൽ അബ്രാഹത്തിനും അവന്റെ സന്തതികൾക്കുമായി അങ്ങ് വാഗ്ദാനം ചെയ്ത ദിവ്യപ്രകാശത്തിലേക്ക് അവരെ നയിക്കട്ടെ. ആത്മാക്കൾക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും സഹനങ്ങളും അങ്ങ് കൈക്കൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ നൊവേനയുടെ ഫലമായി അവർക്ക് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശനം നൽകണമേ. ആമേൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 12, വാക്യങ്ങൾ 42 മുതൽ. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചതെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചുകൊടുത്തു. പുനരുദ്ധാനമുണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും
ഭോഷത്വവുമാകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവർ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നൊവീനയുടെ 1-ാം ദിവസത്തെ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഓ എൻ്റെ ദൈവമേ, ആത്മാക്കൾക്കായി ഞാൻ അർപ്പിക്കുന്ന ബലികളും പ്രാർത്ഥനകളും പരിഹാര പ്രവൃത്തികളും സദയം സ്വീകരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ അവരുടെ പാപക്കറകളിൽ നിന്ന് ശുദ്ധീകൃതരായി മാലാഖമാരോടൊപ്പം അങ്ങയുടെ ദിവ്യദർശനം പ്രാപിക്കുവാൻ യോഗ്യരായി തീരുമാറാകട്ടെ. ദിവ്യനാഥ, ഏറ്റവും താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ തിരുഹൃദം അനുസൃതമായ എൻ്റെ സഹോദരരെ സേവിക്കുവാനും എൻ്റെ നിത്യരക്ഷ നേടുവാനും വേണ്ട അനുഗ്രഹം എനിക്ക് നൽകണമേ. അങ്ങനെ അവസാനം നല്ല മരണം ലഭിക്കുവാനും സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും ഇടവരുത്തണമേ. വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അതുവഴി എൻ്റെ ജീവിതാന്തസ്സിൻ്റെ കടമകൾ ശരിയായി നിറവേറ്റുവാൻ ഇടയാക്കണമേ. ഏറ്റവും വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം അങ്ങയുടെ ഉപരിമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വേദനകളിൽ നിന്നുള്ള മോചനത്തിനും ഇടയാകട്ടെ. നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലതീരാത്ത തിരുശോരയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വിലതീരാത്ത തിരുശോരയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹ കർത്താവിന്റെ വലുതിരാത്ത തിരുശോരയെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും ദാസിമാരുടെയും മേൽ ശിക്ഷാവിധി നടത്തരുതേ. കാരണം അങ്ങ് കനിഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ആരും അങ്ങയുടെ മുൻപിൽ നീതിമാന്മാരാകുകയില്ലല്ലോ. ആകയാൽ കർത്താവേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അവിടുത്തെ മക്കൾ വിശ്വാസപൂർവം കാരുണ്യത്തിന് സമർപ്പിക്കുന്ന ആത്മാക്കളുടെ മേൽ അവിടുത്തെ വിധിവാചകം പതിക്കാതിരിക്കട്ടെ. മറിച്ച് ജീവിതകാലത്ത് പരിശുദ്ധ ത്രിത്വത്തിന്റെ മുദ്ര പതിപ്പിക്കപ്പെട്ട ഈ ആത്മാക്കൾ അവിടുത്തെ കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്ന് മോചിതരാകട്ടെ. ആത്മാക്കൾക്കായുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് അവരെ നിത്യമായ ശാന്തിയുടെയും സൗഭാഗ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദിവ്യപ്രകാശത്തിലേക്ക് സ്വീകരിക്കണമേ. ആമേൻ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായി സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ, ക്രിസ്തുവേ ഞങ്ങളെ കനിവോടെ ശ്രവിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മിഖായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഗബ്രിയേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ റഫായേലേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ദൂതരെ മുഖ്യദൂതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ ആത്മീയ രൂപികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്നാപക യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരായ സകല പ്രവാചകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പൂർവ്വപിതാക്കന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പത്രോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പൗലോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്ത്രയോസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല അപ്പസ്തോലരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുവിശേഷകരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ സകല ശിഷ്യഗണങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ പൈതങ്ങളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സ്റ്റീഫനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലോറൻസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ വിൻസെന്റ്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല രക്തസാക്ഷികളെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ സിൽവസ്ട്രെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗസ്റ്റിനെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധ മെത്രാന്മാരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വേദപാരംഗരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സഭാ പണ്ഡിതരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോനീസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ബെനഡിക്റ്റ്, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഡൊമിനിക്കെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല പുരോഹിതരെ, ലേവ്യരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല സന്യസ്തരെ, താപസരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ മേരി മഗ്ദലന, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അഗാഥ,
മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂസി, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ആഗ്നസേ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവത്തിന്റെ സകല വിശുദ്ധരെ, മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയുടെ ദാസരുടെ ആത്മാക്കൾക്ക് അവർ ഇന്നും ആഗ്രഹിച്ചു പോകുന്ന പാപമോചനം ഞങ്ങളുടെ വിശ്വാസപൂർവമായ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നൽകണമേ. പാപം പൊറുക്കുകയും എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഈ ലോകത്തിൽ നിന്ന് യാത്രയായ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയാൽ നിത്യസൗഭാഗ്യത്തിൽ പങ്കുചേരുവാൻ കൃപ നൽകണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ മരിച്ചുപോയ സകല ആത്മാക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.